ചാണകം ജ്യൂസാക്കി കൊടുത്താൽ അടിപൊളി ടേസ്റ്റാന്ന് പറയുന്ന സമൂഹത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ജീവിക്കുന്നിടത്താണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് കണ്ടത്. മുല്ലപ്പെരിയാറിനെ കുറിച്ച് 2 വാക്ക് പറയാമെന്ന്. ഞാൻ എന്ത് മാങ്ങ തേങ്ങ പറയാനാ? കേരളത്തിൽ എം പിമാരുണ്ട്, എം എൽ എമാരുണ്ട്, മന്ത്രിമാരുണ്ട്. ഇവരൊക്കെയാണ് തമിഴ്നാട് സർക്കാരും സി എമ്മുമായിട്ടൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതിന് കേന്ദ്രത്തെ പിടിച്ച് വട്ടമേശയിൽ നടുക്കി ഇരുത്തിയിട്ട് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓരോരുത്തൊക്കെ എന്ത് പറയാനാ, എന്ത് തേങ്ങ പറയാനൊക്കെ കൊണ്ടാണ് പറഞ്ഞത്. ഇത്രയും വർഷങ്ങളായിട്ട് പല മന്ത്രിമാരും ഭരിച്ചു പോയി. നമ്മുടെ കേരളമായാലും തമിഴ്നാടായാലും എല്ലാ പ്രതിപക്ഷവും പലദോഷവും എഴുതും ഒക്കെ ഭരിച്ച് ജീവിച്ചൊക്കെ അങ്ങ് പോയി. ഇവർക്ക് ആർക്കും ഒന്നും വരില്ല. ഇനിയിപ്പോൾ വന്നേക്കുന്ന മന്ത്രിമാർ ഇനി എന്നാ എടുക്കാനാ? പുതിയ ഡാം ഞങ്ങൾ കെട്ടും എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് എന്തെങ്കിലും കെട്ടുന്നുണ്ടാവും. അതിൽ സൂട്ട് മൂടിയിട്ട് ഗമ്മൾ ഇരുന്നിട്ടേ ഇருக்கு. ഒന്നും സംസാരിക്കില്ല. അവിടെ തമിഴ്നാട്ടിൽ നിന്ന് പറയും അണ്ണേ തമ്പി തണ്ണി ഏത്തിങ്ക എന്ന് പറയുമ്പോൾ വെള്ളം ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് നെഞ്ചത്ത് ഇടിയും പിടപ്പും കേരളത്തിൽ തുടങ്ങും. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ഡാമിന് അവിടെ ലീക്ക് ഇവിടെ ലീക്ക് എന്നൊക്കെ പറയും. അപ്പം കേരളത്തിൽ നിന്ന് വന്ന് ഒരു അറ്റകുറ്റപ്പണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെള്ളം ഇറക്കും കയറ്റും. നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് കേരളത്തിനെ ബാധിക്കുന്നതും കൂടി കുറേയൊക്കെ ചിന്തിക്കേണ്ടത് നമ്മളിപ്പോൾ പറയാനേ കഴിയത്തുള്ളൂ. പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആരാണ്? നമ്മുടെ കേരളത്തിലുള്ള മന്ത്രിമാരും എം എൽ എമാരും ഒക്കെയാണ്. ശരിക്കും മുല്ലപ്പെരിയാർ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ എന്താ പറയാനാണ്? നിങ്ങൾ പലരും പോയി സമരം ചെയ്തിട്ടുണ്ട്. പലരും പല രീതിയിലുള്ള വീഡിയോസും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. പുതിയ ഡാം കെട്ടണം, പുതിയ രീതിക്കുള്ള അറ്റകുറ്റപ്പണികൾ, അങ്ങനെ ഓരോരോ ഇങ്ങനെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനു മുമ്പ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേന്ദ്രമായാലും കേരളമായാലും തമിഴ്നാടായാലും ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എല്ലാം ഉഷാർക്ക് മുന്തിരിങ്ങ. ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഈ ചാണകം അടിച്ച് ജ്യൂസായിട്ട് കൊടുത്താലും തലയിൽ കയറുന്നവർക്ക് മാത്രമേ കയറത്തുള്ളൂ. അപ്പം നിങ്ങൾക്കായിട്ടൊരു അടിപൊളി ജ്യൂസ് എന്ന് പറയാം, പാവയ്ക്ക, വേപ്പല, പിന്നെ പുതിനയില, മല്ലിയില എല്ലാം കൂടിയിട്ട് അടിച്ച് കലക്കി ജ്യൂസാക്കിയിട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് തരാം. നിങ്ങളിതൊന്ന് കുടിച്ച് കുറച്ചുകൂടി ഒന്ന് ബുദ്ധിയൊക്കെ ഒന്ന് വളർത്തി ഒന്ന് ഉഷാറാക്കിയിട്ട് ഈ കേരളത്തിന് വേണ്ടി കുറേ കാര്യങ്ങളും ചിന്തിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ മുല്ലപ്പെരിയാർ പ്രശ്നങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ക്ലിയർ ചെയ്ത് മറ്റുള്ളവർക്ക് അതൊരു വലിയൊരു ഉപകാരമായിരിക്കും. അല്ല